എടാ കള്ളു കുടിച്ച് ബോധമില്ലാത്ത ഒരുത്തരെ തല്ലാന്ന് ഞാനാണോടാ? എടാ ഞാൻ ഒരു എക്സ്പെർട്ട് ആണെങ്കിൽ ഒരു ദിവസമെങ്കിലും നിന്നെ ഞാൻ ഈ പോലീസ് സ്റ്റേഷൻ കയറ്റും. അപ്പോ ജാതകപ്പൊരുത്തം, തറവാടിത്തം, ഗുരുത്വം എന്ന് പറയുന്നതൊക്കെ ഉണ്ട്. മൂത്തമോനിന്ന് ഗതി വന്നിട്ടില്ലല്ലോ. നടക്കട്ടെ. വിളിച്ചോ സാർ? വിളിച്ചു. പ്ലെയിനിൽ യാത്ര ചെയ്ത് പരിചയമുണ്ടോ? ഇല്ല. നാളെ ഒന്ന് പ്ലെയിനിൽ കയറേണ്ടി വരും. നാളെ നിങ്ങളൊന്ന് ബാംഗ്ലൂർ വരെ പോകണം. ഞാൻ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കല്ല, കൂടെ ഞാനും ഉണ്ട്. എന്തിനാ സാർ ബാംഗ്ലൂർ പോകുന്നത്? അത് ബോസിനോട് ചോദിക്കാനുള്ള അധികാരം ഒരു സ്റ്റെനോയ്ക്കില്ല. കൂടെ വരിക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. 2 ദിവസം മടങ്ങി വരാം. ഞാനും ചേട്ടനും കൂടെ വരാം. ഞാനും ചേട്ടനും കൂടും. ഇത് ഹണിമൂണൊന്നുമല്ല, ബിസിനസ് ട്രിപ്പാണ്. ആലോചിക്കാനൊന്നും സമയമില്ല. എനിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്. ഗുഡ്. എങ്കിൽ നിങ്ങൾക്ക് പിരിയാം. ഒരു സ്റ്റെനോയ്ക്കോടെ വലിയ ക്ഷാമമൊന്നുമില്ല. ഞാൻ ചെയ്യേണ്ടത് നിങ്ങളെ ഡിസ്മിസ് ചെയ്യുക എന്നുള്ളതാണ്. അതിലും അന്തസ് നിങ്ങൾ രാജി എഴുതി തരിക എന്നുള്ളതാണ്. എന്തു പറയുന്നു? ഞാൻ രാജി എഴുതി തരാം സാർ. കുട്ടി, എന്റെ അനിയന്റെ ഭാര്യ എന്റെ ഓഫീസിൽ എന്റെ കീഴിൽ ജോലി ചെയ്യുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. വീട്ടിലാരും അത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിനക്കെങ്കിലും അത് മനസ്സിലാക്കിക്കൂടെ? നീ അവളെ പിരിച്ചുവിട്ടോ? അവൾ സ്വയം പിരിഞ്ഞു പോയതാണ്. പിന്നെങ്ങനെ അമ്മയുടെ വായിന്ന് ആ വാക്ക് വന്നേ? പിരിച്ചു വിട്ടു എന്ന്. അപ്പൊ അതാരോ തിരിച്ചു വിട്ടാണല്ലോ. എന്നാ അങ്ങനെ തന്നെ. എന്താ കാര്യം? അത് ഓഫീസ് കാര്യമാണ്. അമ്മ രണ്ട് ആവശ്യമില്ല. ഈ ഓഫീസ് കാര്യവും കുടുംബകാര്യവും ദേവിയത് അമ്മയെങ്കിലും ഒന്ന് കൂട്ടി കുഴയ്ക്കാതിരിക്കണം. ഇവിടെ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്ന അതാ. എന്റെ സ്റ്റെനോയെ എന്റെ അനുവാദം കൂടാതെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവരിക, എന്നിട്ട് വീണ്ടും കൊണ്ടുവന്ന് എന്നെ മുമ്പിൽ കൊണ്ടിരുത്തുക സ്റ്റെനോ ആയിട്ട്. എന്താ ഉദ്ദേശം എന്നൊക്കെ എനിക്കറിയാം. അവളെ കല്യാണം കഴിക്കാൻ എനിക്ക് ചേട്ടന്റെ സംഭവം ഒന്നും ആവശ്യമില്ല. ഇനി കല്യാണം കഴിഞ്ഞാലും അവളെ തന്നെ മുമ്പിൽ കൊണ്ടിരുത്താൻ എനിക്കൊട്ട് പേടിയില്ല. അണ്ണാക്കി വരെ കൈയിട്ട് വെച്ച് കടിച്ചു എന്ന് പറയാൻ അമ്മയെടുത്ത്. ഇവിടെ ഓരോരുത്തർക്കും അവരുടെ പ്രശ്നങ്ങളാണ് മുഖ്യം. എന്റെ ഭാര്യയ്ക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും അനിയനാണെങ്കിലും. ഞാനിവിടെ ഓരോ നിമിഷം മനസ്സുകൊണ്ട് ഉരുകുക. ഭാര്യ ഇവിടുന്ന് കെട്ടിയെടുത്ത് പോയിരിക്കുക നാട്ടുകാരെ മുഴുവൻ കേസ് വാദിക്കാനായിട്ട്. എന്തായാലും സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. ഇപ്പൊ എന്താ നിന്റെ ഉദ്ദേശം? സ്വയം ശിക്ഷിക്കുക. 4 തൂണും ഒരു മേൽക്കൂരയുള്ള അച്ഛന്റെ വീട്ടിൽ താമസിച്ചിരുന്നപ്പോ മനസ്സമാധാനം ഉണ്ടായിരുന്നു. അതെ അമ്മേ, ഞാനീ ഉണ്ടാക്കിയതൊന്നും നിങ്ങൾക്ക് യാതൊരു വിലയില്ല. നിങ്ങൾക്ക് ഇപ്പോഴും ആ 4 തൂണും മേൽക്കൂരയുമാണ് മുഖ്യം. രാത്രി ഉറക്കമുളച്ചിരുന്ന് കഷ്ടപ്പെട്ട് ഞാനിതെല്ലാം ഉണ്ടാക്കിയതിന് എനിക്ക് കിട്ടിയ പ്രതിഫലം ബ്ലഡ് പ്രഷർ. നീ വന്ന് ഭക്ഷണം കഴിക്കേ? വേണ്ടാന്ന് വെച്ചാൽ എനിക്ക് വേണ്ട. നീ താഴെ വന്ന് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കേ? സാധ്യമല്ല. അതെന്റെ തീരുമാനം. എന്നാൽ ഇതെന്റെ തീരുമാനമാ. ഓഫീസിൽ എത്ര തിരക്കുണ്ടെങ്കിലും നാളെ ഉച്ചയ്ക്ക് ഇവിടെ വന്ന് എന്നോടൊപ്പം ഇരുന്ന് നീ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ, നിന്റെ അമ്മയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുകയില്ല. നീ വൈകിട്ട് വരുമ്പോ ഞാൻ ഇവിടെ കാണത്തുമില്ല. ചേട്ടന്റെ ഒറ്റ കുഴപ്പം ചേട്ടൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നുള്ളതാണ്. അപ്പോ ഇത് വേണ്ടെന്ന് ചേട്ടൻ അങ്ങ് തീരുമാനിച്ചാലോ? അങ്ങനൊന്നും ചേട്ടൻ തീരുമാനിക്കില്ല, അതെനിക്കറിയാം. എങ്ങനെയെങ്കിലും താൻ ചേട്ടനോട് പറഞ്ഞ് ഒരു തീരുമാനത്തിലെത്തണം. എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ മസാല വെച്ചത്? അതും എത്ര എണ്ണമെന്ന് വെച്ചാ? വാ. എന്തിനാ നീ നോക്കിക്കൊണ്ടിരിക്കുന്നത്? തുടങ്ങാമല്ലോ.
അലിഖാൻ, ഇനി അമ്മയ്ക്ക് ഇവിടുന്ന് ആഹാരം കഴിക്കാം, ഇവിടെ തന്നെ താമസിക്കുകയും ചെയ്യാം. കൂടുതൽ ഞാൻ ആഹാരം കഴിച്ചല്ലോ. അറിയൂ, മനസ്സിലായില്ലേ നിങ്ങൾ ആരാന്ന്? ആരോടൊന്നും മിണ്ടരുതെന്നാ പറഞ്ഞിരിക്കണേ. അതുകൊണ്ടാണ് ഈ കുരുക്കിട്ട് ലോക്ക് ചെയ്തിരിക്കണേ. എനിക്ക് നിങ്ങളോട് അനുകമ്പയോ ബഹുമാനമോ പുച്ഛമാണ്. സ്വന്തം ഭർത്താവിനെ തിരിച്ചു കിട്ടുവാൻ വേണ്ടി നിങ്ങൾ എന്നെ സമീപിക്കുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം ഒരു ഭാര്യ എന്നുള്ള നിലയിൽ നിങ്ങൾ വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാസ്റ്റർക്ക് എല്ലാം അറിയാമല്ലോ. ഇത് വിനയന്റെ വാശിയാണ്. പുരുഷന്റെ വാശിയെ ജയിക്കാനുള്ള കഴിവോടെയാണ് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ ആരും ആ കഴിവ് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. വിനയന് കിട്ടിയത് ഏറ്റവും നല്ല ഭാര്യയാണെന്ന് അവകാശപ്പെടാൻ വസന്തയ്ക്ക് സാധിക്കുമോ? ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എന്ന ധാരണയാണ് തെറ്റ്. നിങ്ങൾ ചെയ്യുന്നത് വിനയൻ ഇഷ്ടപ്പെടുന്ന രീതിയിലാണോ എന്നുകൂടി ആലോചിക്കണം. ഈ ഭർത്താവ് എന്ന് പറയുന്നത് പരാതികളും ഭാരങ്ങളും മാത്രം താങ്ങാനുള്ള ഒരു ചുമടുതാങ്ങിയല്ല. എല്ലാ ഭർത്താവിനും ഭാര്യയിൽ നിന്ന് അഭിനന്ദനം, പരിലാളനം ഇതെല്ലാം ആവശ്യമാണ്. അത് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? എനിക്കവനെ നന്നായിട്ടറിയാം. കുട്ടികളുടെ സ്വഭാവമാണ് അവന്. എപ്പോഴും എല്ലാവരിൽ നിന്നും അവൻ ശ്രദ്ധ കിട്ടണം. ഒന്നും വേണ്ട, അവന് നല്ല വേഷം ഇട്ടുകൊണ്ട് വന്നാൽ ഈ വേഷം ആഹാ നിങ്ങൾക്ക് നല്ല ചേർച്ചയുണ്ട് എന്ന് പറയാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളിലൂടെ വിനയന്റെ കുടുംബത്തിന് വേണ്ടിയും ഒരുപാട് പണികൾ അവനെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്ന് വെച്ചാൽ മുകളിൽ ചെന്ന് അമ്മയെ കാണുക, താഴെ ചെന്ന് അമ്മാവനെ കാണുക, അത് ചെയ്യുക, ഇത് ചെയ്യുക എന്നൊക്കെ അതൊക്കെ അവൻ ചെയ്യുന്നുമുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ വിചാരിച്ചാൽ വിനയനെ തിരിച്ചു കൊണ്ടുവരാം. അത് നിങ്ങളുടെ കഴിവാണ്. നിങ്ങൾ ഓരോ ദിവസവും അവനിൽ നിന്ന് അകലും തോറും അവൻ നിങ്ങളിൽ നിന്ന് കൂടുതലാകുന്നുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ചേട്ടത്തിമ്മ മടങ്ങി വരാത്തന്റെ വിഷമം അമ്മയുടെ മുഖത്ത് കാണുന്ന ഞാനാ. എനിക്ക് എന്ത് ചെയ്യാൻ നോക്കും? ഞാൻ 2 തവണ പോയി വിളിച്ചതാ. ചേട്ടൻ നേരിട്ട് എന്ന് വിളിക്കാതെ വരില്ല എന്ന് അവർക്ക് ഒറ്റ വാശിയാ. ഇത്തവണ കാര്യമായ എന്തോ ഗുലുമാലുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നീണ്ടുപോകാൻ വഴിയില്ല. എനിക്ക് വേണ്ടി അന്ന് ചേട്ടന്റെ മുഖത്ത് നോക്കി കള്ളം പറഞ്ഞ ചേട്ടത്തിയമ്മയാ. ഇപ്പൊ ഞാൻ കാരണം നമ്മൾ എങ്ങനെങ്കിലും അവരെ ഒരുമിപ്പിച്ചേ പറ്റൂ. ഒറ്റ മാർഗമുള്ളൂ, പ്രകോപിപ്പിക്കുക. എന്നുവെച്ചാ വിശ്വാമിത്രനെ കൊതിപ്പിക്കുക. നമ്മൾ 2 പേരും യുവമിഥുനങ്ങളായി പരസ്യമായി അദ്ദേഹം കാണുകയെ ഉരുമുന്നു, പിണയുന്നു, പ്രേമിക്കുന്നു, ശൃംഗരിക്കുന്നു. ആ നിമിഷങ്ങൾ കാണുമ്പോൾ എന്റെ ചേട്ടന്റെ മനസ്സ് ചേട്ടത്തിയമ്മയ്ക്കായി കേഴും. അവസാനം സഹി കെട്ട് അദ്ദേഹം ചേട്ടത്തിയമ്മയെ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തൽക്കാലം നമ്മുടെ ഷോക്ക് ട്രീറ്റ്മെന്റ് ഇന്ന് തുടങ്ങുന്നു എന്ന് അറിഞ്ഞാൽ മതി. ചേട്ടച്ചാരുടെ പല രാത്രികളും ഇന്നു മുതൽ നിദ്രാവിഹീനങ്ങളാകും. കുറച്ച് മുല്ലപ്പൂ സംഘടിപ്പിക്കണം. എന്തിനാ മുല്ലപ്പൂ? മുല്ലപ്പൂവിന്റെ മണം. ആ മണത്തിന്റെ മാസ്മർ ലഹരിയിൽ മധുരോധാരമായൊരു പ്രേമഗാനം. ഇന്ന് രാത്രി കൃത്യം 11:30 എല്ലാവരും ഉറക്കത്തിന്റെ ചൂട് പറ്റുമ്പോൾ